ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാം. എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നൊന്ന് നോക്കാം. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ്, പിന്നെ മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ബിരിയാണിയുടെ മസാല, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നെയ്യുണ്ട്, മിൽക്ക് മെയ്ഡുണ്ട്, അണ്ടിപ്പരിപ്പ് മുന്തിരിയുണ്ട്, ഡാൽഡ, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു 2 കപ്പ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. വീനസിൻ്റെ അരിയാണ്, ഒരു 2 കപ്പ് വീനസിൻ്റെ അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആയിട്ട് വരാം. പിന്നെ നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചത്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതൊന്ന് വഴറ്റുകയാണ്. ഒരുപാട് വഴറ്റണ്ട. പിന്നെ ഈ മുട്ട ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അത് എങ്ങനെയായി തീരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇന്നെന്തോ ഭാഗ്യത്തിന് കറണ്ട് പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി എടുക്കുമ്പോൾ ആ സ്പോട്ടിൽ കറണ്ട് പോകുന്നതാണ്. ഇന്ന് കറണ്ട് പോയിട്ടില്ല. ഇത് വഴണ്ട് വരുന്ന വരെ നമുക്കിത് ഒന്ന് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കാം. തീ കുറച്ചിട്ട്, തീ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നമുക്കാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് അതിലിട്ട് കൊടുക്കും. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അത് പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടും. അങ്ങനെയാണ് പറയണത്. പണ്ടുള്ളവരങ്ങനെ പറയും, നമ്മളത് കേട്ട് പ്രവർത്തിക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനെ മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചിട്ട് നമുക്കൊന്ന് അടുപ്പ് തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി വഴറ്റിയൊക്കെ എടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അരി കഴുകി വെച്ചു. അയ്യോ, കരണ്ടി അതിനകത്തായി. അപ്പോൾ നല്ല വശങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മൾ പൊടി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം. പൊടി ഐറ്റംസൊക്കെ തട്ടി കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് കുറച്ചുകൂടി വശങ്ങളുണ്ടെന്ന് തോന്നും. കൊടുത്തതിന് ശേഷം കുറച്ച് ഡാൽഡ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇത് ഡാൽഡ എപ്പോഴാണ് ഇടാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ബിരിയാണി ചന്ദ്രനാണെങ്കിലും ഡാൽഡ വേണമല്ല, അതുകൊണ്ട് ഞാൻ ഉള്ളിയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പോൾ ഇതിനൊരു 4 ഗ്ലാസ് വെള്ളം ഇതിൽ കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിന് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പുണ്ടോ നോക്കട്ടെ. ഒരല്പം ഉപ്പ് കുറവ്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് വെക്കാനുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായിരുന്നാലും നമുക്കിത് ലാസ്റ്റ് അറിയാം, ബിരിയാണി ആയിട്ട് വരും, മുട്ടക്കറി ആയിട്ട് വരും. അപ്പോൾ കുറച്ച് ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി. ഉപ്പ് തീരെ ഇല്ല, കൂടുമെന്ന് അറിഞ്ഞൂടാ. കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കി. ഇപ്പോൾ ഉപ്പുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. മുളക് പൊടി കഷായം ആയെന്നാണ് തോന്നുന്നത്, ഭയങ്കര കളർ. അപ്പോൾ നമുക്ക് അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടു. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചെറിയ തീയിലിട്ടൊന്ന് മൂടി വയ്ക്കാം. ലോ ഫ്ലെയിമാക്കി ഒന്ന് മൂടി വയ്ക്കാം. ഇട്ടതാണ് ജസ്റ്റ് എനിക്ക് കാര്യം ഓർമ്മ വന്നത്. നമ്മൾ ഈ പൈസ കൊടുത്ത് ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് ബിരിയാണിയുടെ വീട്ടിൽ മോശമല്ലേ. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര വേണമെന്നൊന്നും അറിഞ്ഞൂടാ. കുറച്ച് അരി ഇട്ടിട്ടുണ്ട്, കുറച്ചൊന്ന് ഏറ്റി കൊടുക്കാം. ഇത് മിൽക്ക് മെയ്ഡ് ബിരിയാണി ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. പ്രൊഫഷണൽ ബിരിയാണി വെക്കുമ്പോഴത്തേക്കും വല്ല ബീഫ് ബിരിയാണിയോ മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ഇടാൻ വേണ്ടി വാങ്ങിയതാണ്. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനാണ് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല. എന്നിട്ട് ഇളക്കി അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിം ഇട്ട് വേവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ബിരിയാണി വരുന്ന സമയം കൊണ്ട് നമ്മൾ കോഴിക്ക് കുറച്ച് തീറ്റ കൊടുത്തിട്ട് വരാം. തീറ്റ അല്ല, ഞാൻ ഇന്നലെ കഞ്ഞിയാണ് ഉണ്ടാക്കിയത്. കഞ്ഞി എന്ന് പറയുമ്പോഴത്തേക്കും പൊടിയരി കഞ്ഞി. അപ്പോൾ ആ കഞ്ഞി കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ആ ബാക്കിയുള്ള കഞ്ഞിയെ നമുക്ക് കോഴിക്ക് കൊടുക്കാം. കോഴിക്കും കൂടെ കണക്കാക്കിയിട്ടാണ് ഞാൻ ഇപ്പം എന്തെങ്കിലും ഉണ്ടാക്കണത്. പാവല്ലേ. ചേട്ടാ കോഴി കഞ്ഞി കുടിക്കണണ്ട. എല്ലാം കരിങ്കോഴി ആണ്. 2 ചാവലും ബാക്കി പെടയുമാണെന്നാണ് തോന്നുന്നത്. അകത്തോട് കയറി പോയ 2 ചാവലാണ് കേട്ടോ. ബാക്കി 3, 4 പെട, അങ്ങനെ മൊത്തം 6 കോഴി. അപ്പോൾ കോഴി കഞ്ഞി കുടിക്കുകയാണ്. അവർ കഞ്ഞി കുടിക്കിട്ട് നമുക്ക് നമ്മളെ ജോലി ചെയ്യാം. അടുത്ത് നമ്മുടെ ബിരിയാണി എന്തായാലും നോക്കാം. അതാ ഒരു പൂച്ച വന്നെന്ന് നോക്കേണ്ടത്. ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു സാധനമാണ്. പുതിയ അതിഥികളെയൊന്നും ഇങ്ങോട്ട് എടുക്കില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചെറിയ കൃഷിത്തോട്ടം കാണിച്ചു തരാം. ഇവിടെ അല്ല കേട്ടോ, അപ്പുറത്തെ സൈഡാണ്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് വിത്തൊക്കെ മുളപ്പിക്കുന്ന സ്ഥലമാണ്. ഇതെൻ്റെ ചീര. ജനിച്ചന്ന് അതിൽ ചീര ഇങ്ങനെ ഇരിക്കുകയാണ്, വളരുന്നത്. പിന്നെ ഇതെൻ്റെ 10 മണി, 8 മണി, 4 മണി, 6 മണി അങ്ങനത്തെ ചെടികൾ. ഇതൊക്കെ ഞാൻ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ട് ഇന്ന് ഒരുപാടൊക്കെ എടുത്ത് നട്ടു കേട്ടോ. കുറച്ചൊക്കെ ഇല്ലാണ്ടായി പോയി, വെയിൽ സമയമായിരുന്നു. ഇതിലൊരു 2-3 വെണ്ടയാണ് തോന്നുന്നത് അങ്ങനെ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചു തരാം. ഇതുണ്ട 250 രൂപ കൊടുത്ത് ഒരു ചെടി നഴ്സറിയിൽ നിന്ന് നടാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അന്ന് കൊണ്ടുവച്ചതാണ്. 2 മാസമായി. പാവം കരിഞ്ഞു പോയി. വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂട് കൊണ്ടായിരിക്കാം ഇങ്ങനെ ആയിപ്പോയി.
ഞാൻ കുറച്ച് സമയത്തേക്ക് ഒന്ന് പാത്രം കഴിക്കൊണ്ട് വന്നപ്പോഴത്തേക്കാണ് ബിരിയാണി പാത്രത്തിൽ നിന്ന് അന്തം വിട്ട പുകയൊക്കെ വരണം. ഇതെന്തിനാണെന്ന് അറിയാമെന്ന് തുറന്നു നോക്കാം നമുക്ക്. എൻ്റെ ബിരിയാണി തിളയ്ക്കുന്നതാണ് കണ്ടു ഗൈസ്. ഇത് ചുവന്ന കളർ ബിരിയാണി ആവുമെന്നാണ് എനിക്കൊരു സംശയം. ഇത് വെന്ത് കിട്ടണവരെ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ തീയിട്ട് കൊടുക്കാം. അപ്പോൾ ബിരിയാണി വീണ്ടും അവിടെ നിന്ന് ആവട്ടെ, നമുക്ക് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. പാത്രം തരണം, അതൊക്കെ കഴുകിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയാവും. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഗൈസ്. വലിയ കുഴപ്പമില്ല, ഒരു മസാല ബിരിയാണി. ഇങ്ങനെ ഭയങ്കര കളറല്ല കേട്ടോ, ഈ വീഡിയോയിൽ കാണുന്ന അത്രയും കളറില്ല, ഇത്രയേ ഉള്ളൂ കളർ. അത് ആവി ഇറക്കണോണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ തോന്നുന്നത്. കളറൊക്കെ വളരെ കുറവാണ്. ഇനി നമുക്ക് ഇനിയും ഉണ്ടല്ലോ പരിപാടികൾ. അപ്പോൾ നമുക്കിതിനെ ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ ഒന്ന് വറുത്ത് ഇട്ടിട്ട് വരാം. അപ്പോൾ നെയ്യിൽ ഒരു പകുതി സവാള എടുത്തൊന്ന് മുരിച്ചെടുക്കാം. അത് കിടന്ന് മുരിഞ്ഞോട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബിരിയാണിയിലൊരു സംഭവം കൂടി ഇടാനുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട അതിലിട്ട് കൊടുത്ത് അതിനൊന്ന് മൂടിപ്പൊത്തി വയ്ക്കാം. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ എഗ്ഗ് ബിരിയാണി ഉണ്ടാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുട്ടയാണ്. ഇന്ന് ഞാൻ രാവിലെ ദോശയും മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിച്ച മുട്ടയാണിത്. സംഭവം ദോശയും ഉരുളക്കിഴങ്ങും കറിയാണ് ഞാൻ വെച്ചത്. അപ്പോൾ മുട്ട വെറുതെ കളയണമല്ല, അല്ലാണ്ട് വെറുതെ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ പെട്ടെന്ന് മനസ്സിൽ വന്നു. അങ്ങനെയാണ് പിന്നെ എഗ്ഗ് ബിരിയാണി വയ്ക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ നമ്മൾ ബിരിയാണിയിൽ മുട്ടയൊക്കെ വെച്ച് സെറ്റാക്കി കൊത്തിമൂടിയൊക്കെ വെച്ച് അയ്യോ ഞാൻ അടപ്പെടുത്ത് അടച്ചു വയ്ക്കാം. നമ്മൾ നെയ്യ് കിടന്ന സവാള ഒരുവിധം പരുവായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഒന്ന് പച്ചപ്പ് മാറാറുണ്ട്. നൈസായിട്ടാണ് ഇത് അരിയാനുള്ളത്. ഞാൻ അരിഞ്ഞ് വെച്ചിട്ട് കട്ടി കൂടിപ്പോയി. തീ കുറച്ചിട്ട് കൊടുക്കാം, കുറച്ചുകൂടെ ആവട്ടെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇല മാത്രം കേട്ടോ, അതിൻ്റെ തണ്ടൊന്നും ഇട്ടിട്ടില്ല, അതിൻ്റെ കുറച്ച് ഇല മാത്രം ഒന്ന് ബിരിയാണിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്നാവട്ടെ. ആയിട്ട് നമുക്കിതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ തട്ടി കൊടുക്കാം. ഒരുമിച്ചിട്ട് അങ്ങോട്ട് തട്ടാം. ബിരിയാണി കൊള്ളാം കേട്ടോ, ഞാൻ കഴിച്ച് നോക്കിയപ്പോഴത്തേക്കും. പിന്നെ ഒരല്പം ഉപ്പ് കുറവ്, എത്ര ഉപ്പിട്ടിട്ട് കറക്റ്റായില്ല. അപ്പോൾ മുന്തിരി അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഈ കുറച്ച് വെച്ചൊന്ന് ഇറക്കിയെടുക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇനി ഇതിനെടുത്ത് നമ്മളെ ബിരിയാണി കൊടുക്കണം. നെയ്യാണ് ആദ്യം വേണത്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. നമ്മൾ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം, കഴിച്ച് നോക്കാം. ബിരിയാണി ഞാൻ എടുത്തിട്ടുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്, സലാഡില്ലാത്ത. അപ്പോൾ കഴിച്ച് നോക്കാം എന്നുണ്ടെന്ന്. ബീഫ് വെച്ചിട്ട് വെച്ച വീഡിയോ ഇട്ടൊക്കെ എല്ലാവരും പറഞ്ഞത് കഴിച്ച് നോക്കിയിട്ടല്ലേ അഭിപ്രായം പറയാനുള്ളത് എന്നൊക്കെ. അപ്പോൾ ബീഫ് എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതിന് അഭിപ്രായം പറയാൻ പറ്റാത്തത്. എങ്കിലും കൊള്ളായിരുന്നു കേട്ടോ. അന്ന് ഞാൻ ബീഫ് വെച്ചില്ലെന്ന് സ്പെഷ്യലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 3 ഗസ്റ്റ് ഉണ്ടായിരുന്നു. 3 പേരും കഴിച്ച് കൊള്ളാമെന്നാണ് പറഞ്ഞത്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. ഒരല്പം ഉപ്പ് കുറവാണെങ്കിലും വലുതായിട്ട് കുറവൊന്നുമില്ല കേട്ടോ, ഒരു ലേശം. ഇതും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി സൂപ്പർ ബിരിയാണി.